കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു യുവതി മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഇങ്ങനെ പലപ്പോഴായിട്ട് വീട്ടിൽ പ്രസവിക്കുന്നു. വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കാനുള്ള വാശി കാണിക്കുന്നു. അതിനെ തുടർന്ന് ഇതുപോലെ കുഞ്ഞ് മരണപ്പെടുകയോ അമ്മ മരണപ്പെടുകയോ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നു. ഈ വാർത്തകൾ ഇങ്ങനെ പലപ്പോഴും വരുന്നുണ്ട്. മുമ്പ് ഇത് ഈയിടക്കാണ് വീട്ടിൽ വെച്ച് പ്രസവിച്ചതിൻ്റെ പേരിൽ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാദമൊക്കെ ഉണ്ടാകുകയുണ്ടായിരുന്നു. ഈ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ താല്പര്യപ്പെടുന്നത് എന്നുള്ളതൊന്ന് അങ്ങനെ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. അതെ, തീർച്ചയായും ഇന്നലെ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കരമായിട്ടൊരു വിഷമം വരിക ചെയ്തത്. കാരണം ഇത്രയധികം അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള ഒരു കാലത്ത് ഇത്രയധികം പ്രസവിക്കാനാണെങ്കിലും ബാക്കി നമുക്ക് രോഗനിർണയത്തിനാണെങ്കിലും വേറെ എന്തൊരാവശ്യത്തിനും എത്രയോ ആശുപത്രികളിലും അതുപോലെ തന്നെ എത്രയോ സൗകര്യങ്ങളും ഉള്ള ഒരു സമയത്ത്, അതും ഇത്രയും സാക്ഷരതയുള്ള ഒരു നമ്മളുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടു എന്നുള്ളത് വളരെയധികം വിഷമകരമാണ്. കാരണം പ്രസവം എന്ന് പറയുന്നത് 2 ജീവനുകൾ വെച്ചിട്ടുള്ളൊരു കളിയാണ്. ജന്മം നൽകാൻ പോകുന്ന മാതാവിൻ്റെയും അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെയും 2 പേരുടെയും ജീവന് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഓരോ പ്രസവവും കടന്നു പോകുന്നത്. മാതാവിന് വരാൻ പോകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ പ്രസവവും വീട്ടിൽ നിന്ന് മാറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലേക്കൊരു മാറ്റം ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു തീരുമാനമെടുക്കുകയും അതിന് വേണ്ട മാറ്റങ്ങൾ നാട്ടിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് പോലും ഇങ്ങനെയുള്ളൊരു വാർത്ത വരുന്നത് വളരെയധികം വേദനാജനകമാണ്. ഏതൊരു പ്രസവത്തിലും കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എന്ത് തരം കോംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു അമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മാതാവിന് എന്തൊക്കെ സംഭവിക്കാം. കാരണം പ്രസവം നടക്കേണ്ട സമയത്തിൽ നിന്ന് വൈകി കുറേ നേരം എടുക്കുന്ന പ്രസവം, ആ ഒരു കുറേ നേരം എടുക്കുന്നതോടുകൂടി മാതാവ് വളരെയധികം ക്ഷീണിക്കുകയും വേദന കുറേ നേരം സഹിക്കുന്നതോടുകൂടി ശരീരം തളരുകയും അത് കാരണമായി കുറേ കോംപ്ലിക്കേഷൻസും വരാനുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല, പ്രസവത്തിൻ്റെ ശേഷം കുട്ടി പുറത്തു വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ കുട്ടിയുടെ തലഭാഗമാണ് ആദ്യം പുറത്തു വരിക. അതിന് പകരം കാലോ അല്ലെങ്കിൽ ഷോൾഡറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗമാണ് പുറത്തു വരുന്നതെങ്കിൽ ആ പുറത്തു വരാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി അതല്ല, കുട്ടി പ്രസവിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം മറുപിള്ള പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ ശേഷം വരുന്ന ബ്ലീഡിങ്, മിക്കവാറും ചില ആളുകൾക്ക് ഒരു 500 മില്ലിയുടെ താഴെ ഒരു ബ്ലീഡിങ്ങിലായിട്ട് നിൽക്കാം. പക്ഷേ ചില ആളുകൾക്ക് അത് അതിനേക്കാൾ കൂടുകയും അങ്ങനെ കൂടുതലായി രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ BP കുറയുകയും അത് കാരണമായി മിടിപ്പ് നിൽക്കുകയും മരണം വരെ സംഭവിക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ മാതാവിന് സംഭവിക്കാം. ഇനിയിപ്പോൾ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടി ജനിച്ച സമയത്ത് തന്നെ കുട്ടി പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിൽ കരയും. ആ കരയുക എന്ന് പറയുന്നത് കുട്ടി ശ്വാസം എടുത്തു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ആ കുട്ടി പെട്ടെന്ന് കരഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ശ്വാസം കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എന്തൊക്കെ ചികിത്സകൾ നൽകണം എന്നുള്ള രീതിയിലൊക്കെ നിയോനേറ്റൽ റിസസിറ്റേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട്. എന്തൊക്കെയാണ് ആ കുട്ടിയെ വീണ്ടും കരച്ചിലേക്ക് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. സാധാരണ രീതിയിൽ ഏതൊരു കുട്ടിയും പ്രസവിക്കുന്ന സമയത്ത് ഈ പ്രോട്ടോക്കോളുകൾ അഥവാ കരഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും പ്രോട്ടോക്കോളുകൾ എല്ലാ സ്ഥലത്തും പാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ആദ്യമായിട്ട് തന്നെ കരച്ചിലിന് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് കുറേ സമയം എടുക്കുന്നതിനനുസരിച്ച് കുട്ടിയുടെ തലച്ചോറിലേക്ക് അത്രയും നേരത്തേക്ക് ഓക്സിജൻ കിട്ടാതിരിക്കുകയും ഈ തുടക്കത്തിൽ തന്നെ ഓക്സിജൻ കിട്ടാത്ത സമയത്ത് സെറിബ്രൽ പാൽസി പോലെ മന്ദബുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ കയ്യിനും കാലിനും ബലക്കുറവുള്ള രീതിയിലുള്ള കുട്ടികൾ വളർന്നു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷനാണ്. മാത്രമല്ല, കുട്ടിക്ക് നമ്മൾ കുട്ടിയും അമ്മയും തമ്മിൽ പുറത്തെടുത്ത സമയത്ത് അവരെ കണക്ട് ചെയ്യുന്ന അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി, ഈ പൊക്കിൾ കൊടി മുറിക്കുന്ന സമയത്ത് എന്ത് വെച്ചിട്ട് മുറിക്കുന്നു, അപ്പോൾ അത് മുറിക്കുന്ന സമയത്ത് അതിലേക്ക് വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ പൊക്കിൾ കൊടി മുറിച്ച ഭാഗത്ത് ചാണകം തേക്കുന്ന രീതിയിലുള്ള ഓരോ പ്രക്രിയകൾ, കൾച്ചറൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലല്ലാതെ വീടുകളിൽ സംഭവിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അംബിലിക്കൽ കോഡിലൂടെ ഈ കുട്ടിക്ക് വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരികയും ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഇൻഫെക്ഷൻ കാരണം കുട്ടി മരണപ്പെടുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ അമ്മയുടെയും കുട്ടിയുടെയും ഹെൽത്ത് ക്ലിയർ ആയിട്ട് വരാൻ, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാൻ എപ്പോഴും എല്ലാ പ്രഗ്നൻസികളും ഹോസ്പിറ്റലിൽ നിന്ന് ആവുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷെ പണ്ട് നമ്മളിൽ നിന്ന് ആ ഒരു വ്യത്യാസം വന്നത്, അതായത് പണ്ട് കുറേയധികം ആളുകൾ മരണപ്പെട്ടിരുന്നതിൽ നിന്നും വ്യത്യാസപ്പെടുത്തി ഇപ്പോൾ വളരെയധികം കുറഞ്ഞ രീതിയിലേക്ക് വരാനുള്ളൊരു കാരണം ഈ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു പഴമയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ, എന്താണ് അതിനുള്ള കാരണം എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട്.